ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. സൂര്യൻ ഇടവത്തിൽ ജൂൺ 14 മിഥുനത്തിലേക്ക് രാശി മാറും. ഗുരു മിഥുനൻ രാശിയിൽ ഒരു വർഷത്തേക്ക് സ്ഥിതി ചെയ്യും. ബുധൻ ഇടവം, മിഥുനം, കർക്കടകം എന്നീ രാശികളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. കുജൻ കർക്കടകത്തിൽ ജൂൺ 7 ചിങ്ങത്തിലേക്കും ജൂലൈ 12 കന്നിയിലേക്കും സഞ്ചരിക്കും. ശുക്രൻ മേടത്തിൽ ജൂൺ 29 ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കും. സർപ്പൻ കുംഭത്തിലും ശിഖി ചിങ്ങത്തിലും 1.5 വർഷം ഇവിടെ സ്ഥിതി ചെയ്യും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുലാം, വൃശ്ചികം, ധനു എന്നീ 3 രാശികളുടെ ഫലമാണ്. ആദ്യമായി തുലാം രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിയുടെ 11ാം ഭാവാധിപനായ സൂര്യൻ ജൂൺ മാസത്തിൽ തുലാം രാശിയുടെ 8, 9 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ഗവൺമെൻറ്റിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. ശത്രുക്കളുമായി കലഹമുണ്ടാകാം. ഭാര്യയുടെ അപ്രീതി, ഭയം, അപമാനം എന്നിവയും പ്രതീക്ഷിക്കാം. ജൂൺ 14 ശേഷം സൂര്യൻ 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. സൂര്യനെ 9ാം ഭാവവും പ്രതികൂല ഭാവമാണ്. മുകളിൽ പറഞ്ഞ അതേ ഫലങ്ങൾ തന്നെയായിരിക്കും 9ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴും ഉണ്ടാകുക. കൂടാതെ ഭയവും വൈരാഗ്യവും ബന്ധുക്കളുടെ അകൽച്ചയും കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സൂര്യൻ ജൂൺ മാസം മുഴുവൻ നല്ല ഫലങ്ങളല്ല തുലാം രാശിക്കാർക്ക് നൽകുന്നത്. ജൂൺ 7 വരെ ചൊവ്വ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് പ്രവർത്തനങ്ങളിൽ പരാജയവും നീതികാര്യങ്ങളിൽ തടസ്സവുമാണ് സൂചിപ്പിക്കുന്നത്. 7ാം ഭാവാധിപൻ കൂടിയായ ചൊവ്വ ജൂൺ 7 ശേഷം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് രാശി മാറുന്നു. ഇത് ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരേപോലെ ഉയർച്ചയും ധനാഗമവും ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയവും സ്ഥാനമാന ലാഭങ്ങളും ഭൂമി ലാഭവും ഉണ്ടാകുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ വൻപിച്ച നേട്ടമുണ്ടാകാം. ജൂൺ 7 ശേഷം ദമ്പതികൾക്ക് സമയം വളരെ മെച്ചമാണ്. 5ാം ഭാവാധിപനായ ശനി 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും. ഉണർവും ഉത്സാഹവും മത്സര പരീക്ഷകളിൽ വിജയവും ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയും. ഇൻ്റർവ്യൂകളിൽ തിളങ്ങും. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു സുഖഹാനിയും സന്താനഹാനിയും ഉണ്ടാക്കുന്നു. മനസ്സമാധാനം കുറയ്ക്കുന്നു. കുടുംബക്കാരുമായി വഴക്കുകൾ ഉണ്ടാകാം. കാര്യപരാജയവും കാണുന്നു. ദുഷ്ടസ്ത്രീകളുമായി സംസർഗത്തിന് പോകാതിരിക്കണം. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ധനവൃദ്ധിയും സുഖവൃദ്ധിയും നൽകുന്നു. ഭാര്യാസുഖം, കുടുംബസുഖം, ശത്രുവിജയം, ഗ്രഹഭാഗ്യം എന്നിവ നൽകുന്നു. ശുക്രൻ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ 7ാം ഭാവം പ്രതികൂല ഭാവമാണ്. മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും ഉണ്ടാകാം. പങ്കാളിക്ക് ക്ലേശങ്ങൾ, ദൂരദേശവാസം, അപവാദം കേൾക്കൽ എന്നിവയുണ്ടാകാം. ജൂൺ മാസത്തിൽ 12ാം ഭാവാധിപനായ ബുധൻ 3 രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തുലാമിൻ്റെ 8, 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ജൂൺ 6 വരെ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും. വ്യാപാരികൾക്ക് ധനവരവ് വർദ്ധിക്കും. ഈ സമയം സർവ്വരാലും ആദരവും പ്രസിദ്ധിയും കിട്ടുന്ന സമയമാണ്. 9ാം ഭാവം ബുധന് പ്രതികൂല ഭാവമാണ്. മെയ് 22 ശേഷം 10ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നൽകും. പുതിയ സ്ഥാനമാനങ്ങളും തൊഴിൽ രംഗത്തെ ഉയർച്ചയും അംഗീകാരങ്ങളും ലഭിക്കും. 2025 മെയ് 14 വ്യാഴം തുലാമിൻ്റെ ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിച്ചു. ഒരു വർഷമായി നഷ്ടപ്പെട്ടിരുന്ന എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഗുരു നൽകുന്നു. പുത്രസുഖവും ഗ്രഹലാഭവും സ്ത്രീയോഗവും ധനലാഭവും ഉണ്ടാകും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. ഈ സമയത്ത് വാഹനം, വീട് എന്നിവ കയ്യിൽ വന്നു ചേരാൻ യോഗമുണ്ട്. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശിഖി ധനകാര്യ വസ്ത്രാദി ലാഭവും സന്തോഷവും ആരോഗ്യവും നൽകുന്നു. കാര്യങ്ങളിൽ വിജയം, ഭൂമി ലാഭം എന്നിവയും നൽകുന്നു.
തുലാം രാശിക്കാർക്ക് വാഹനം, വീട്, സ്ഥലം എന്നിവ ലാഭകരമായി വാങ്ങാൻ പറ്റിയ സമയമാണ് ജൂൺ മാസം. അങ്ങനെ തുലാം രാശിക്കാർക്ക് പ്രമുഖരായ ഗ്രഹങ്ങൾ വ്യാഴം, ശനി എന്നിവ പൂർണ്ണമായി ഈ ഗ്രഹങ്ങളുടെ ആനുകൂല്യം മാത്രം മതി നിങ്ങൾക്ക് ജൂൺ മാസം പരിപൂർണമായി സന്തോഷപ്രദമാക്കാൻ. മറ്റുള്ള ഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുക, വഴിപാടുകൾ നടത്തുക. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. സൂര്യൻ വൃശ്ചികൻ രാശിയുടെ 10ാം ഭാവാധിപനാണ്. ജൂൺ മാസത്തിൽ സൂര്യൻ വൃശ്ചികത്തിൻ്റെ 7-8 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 7-8 ഭാവങ്ങൾ സൂര്യന് പ്രതികൂല ഭാവങ്ങളാണ്. 7ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ഭാര്യാപുത്രാദികൾക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായിരിക്കും. യാത്രാക്ഷീണവും ഉദരരോഗവും ഉണ്ടാകാം. വീട്ടുകാരുമായും സ്നേഹിതരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ജൂൺ 14 ശേഷം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. ശത്രുക്കളുമായി വഴക്ക്, ഭാര്യയുടെ അപ്രീതി, അപമാനം, ഭയം എന്നിവയുണ്ടാകാം. ഗവൺമെൻറ്റിൽ മത്സര പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഫലം ഈ സമയത്ത് ലഭിക്കാൻ താമസമുണ്ടാകും. സൂര്യൻ 10ാം ഭാവാധിപൻ കൂടിയാണ്. സൂര്യൻ പ്രതികൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മരംഗത്ത് വിചാരിക്കുന്ന പുരോഗതി ഉണ്ടാവുകയില്ല. 10ാം ഭാവാധിപൻ 7ാം ഭാവത്തിൽ നിന്നാൽ പ്രശ്നങ്ങൾ കൂടാതെ കർമ്മരംഗം കടന്നുപോകും, വരുമാനവും ലഭിക്കും. എന്നാൽ 10ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ശത്രുക്കൾ മൂലം കർമ്മവിഘ്നമുണ്ടാകും. തൊഴിൽ സ്ഥലത്ത് സുഖം കുറഞ്ഞിരിക്കും, പക്ഷേ വരുമാനത്തിന് വലിയ കുറവുണ്ടാവുകയില്ല. തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപനായ വ്യാഴം 2025 മെയ് 14 വൃശ്ചികത്തിൻ്റെ 8ാം ഭാവത്തിലേക്ക് രാശി മാറി. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വിദ്യാർത്ഥികളുടെ പഠനത്തിന് അത്ര അനുകൂലത നൽകുകയില്ല. ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കേണ്ട. ഉദ്യോഗാർത്ഥികൾക്കും സമയം നല്ലതല്ല. പ്രണയിക്കുന്നവർക്കും സമയം മെച്ചമല്ല. 7ാം ഭാവാധിപനായ ശുക്രൻ വൃശ്ചികത്തിൻ്റെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പണനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം. ശത്രുക്കൾ നിമിത്തം തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും നോക്കണം. ദമ്പതികൾക്ക് സമയം അത്ര മെച്ചമല്ല. 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ശത്രുക്കളുടെ വർധനവ് ഉണ്ടാക്കുന്നു. കുടുംബത്തിൽ സ്വസ്ഥത കുറവും ഉണ്ടാക്കും. സാമ്പത്തിക ക്ലേശങ്ങളും രോഗങ്ങളും ഉണ്ടാക്കാം. 2025 മാർച്ച് 29 നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചു. ശനി നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കാണ് സഞ്ചരിച്ചത്. 5ാം ഭാവവും ശനിക്ക് അത്ര അനുകൂല ഭാവമല്ല. എങ്കിലും 4ൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളേക്കാൾ കുറവായിരിക്കും 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സന്താനങ്ങൾക്ക് അസുഖങ്ങളും ധനച്ചിലവുകളും ബന്ധുക്കളുമായി വഴക്കുകളും ഉണ്ടാകാം. അത് നിമിത്തം മനസ്സുഖവും കുറയാം. എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. 6ലെ ശുക്രൻ സന്താന ദുഃഖവും ആപത്തുകളുമാണ് നൽകുന്നത്. ബുധൻ ജൂൺ മാസത്തിൽ 7, 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ മാത്രമാണ് അനുകൂല ഫലങ്ങൾ നൽകുന്നത്. കർമ്മരംഗത്ത് ഉയർച്ചയും പ്രസിദ്ധിയും പ്രതാപവും നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, കീർത്തി എന്നിവയും നൽകും. 9ഉം 10ഉം ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. അപമാനവും ശരീരപീഡയും ധനനാശവുമാണ് നൽകുന്നത്. 10ലെ ശനി നീതികാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെ വൃശ്ചികൻ രാശിക്കാർക്ക് കൂടുതൽ ഗ്രഹങ്ങളും അനുകൂലരല്ലാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാരം മുടങ്ങാതെ ചെയ്യുക. നവഗ്രഹ ക്ഷേത്ര ദർശനം തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. എല്ലാ ഗ്രഹങ്ങൾക്കും പൂജ ചെയ്യുക. ദോഷത്തിന് ശമനമുണ്ടാകും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 9ാം ഭാവാധിപനായ സൂര്യൻ ജൂൺ മാസത്തിൽ ധനുരാശിയുടെ 6, 7 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം സന്തോഷാനുഭവങ്ങളായിരിക്കും ലഭിക്കുക. വ്യവസായികൾക്ക് കാര്യലാഭവും
ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകളും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ലഭിക്കും. രോഗശമനവും മനസ്സന്തോഷവും ഉണ്ടാകും. ശത്രുക്കളുടെ ശല്യം ഒഴിവാകും. ധനലാഭം വർദ്ധിക്കും. എന്നാൽ ജൂൺ 14 7-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ കാര്യങ്ങളിൽ പരാജയവും സ്നേഹിതരും വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും സൃഷ്ടിക്കുന്നു. പങ്കാളിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിൽ ചതി പറ്റാതെ സൂക്ഷിക്കണം. ബിസിനസ് പങ്കാളിയുമായി അകൽച്ച ഉണ്ടാകാം, സൂക്ഷിക്കുക. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഈ സമയത്തുണ്ടാകാം. 10-ാം ഭാവാധിപനായ ബുധൻ ജൂൺ മാസത്തിൽ 6, 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 6, 8 എന്നീ ഭാവങ്ങളിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന സമയം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പ്രമോഷനുകളും വ്യാപാരികൾക്ക് ധനവരവും വർദ്ധിക്കും. പ്രശംസ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ദണ്ഡനാധികാരമുള്ള ജോലി വരെ ലഭിക്കാനുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വൻ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. മത്സരങ്ങളിൽ വിജയം ലഭിക്കും. 7-ാം ഭാവാധിപൻ കൂടിയായ ബുധൻ വ്യാപാരികൾക്ക് ശ്രേഷ്ഠമായ സമയമാണ് നൽകുന്നത്. 5-ാം ഭാവാധിപനായി ചൊവ്വ 8, 9 ഭാവങ്ങളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും ചൊവ്വയ്ക്ക് അനുകൂല ഭാവങ്ങളല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കൂട്ടണം. പക്ഷേ ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി അനുകൂലമായതിനാൽ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമല്ല. ദമ്പതികൾക്ക് സമയം മെച്ചമാണ്. രാഹുവിൻ്റെ 3-ാം ഭാവത്തിലെ സ്ഥിതി വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് നൽകുന്നത്. കാര്യങ്ങളിൽ വിജയവും ആരോഗ്യവും നൽകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോബ് ലഭിക്കാൻ സാധ്യത കാണുന്നു. വരുമാനം വർദ്ധിക്കും. ദുശ്ശീലങ്ങൾ മാറ്റുന്നു. ഉന്മേഷവും ഉണർവും വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് 2025 മാർച്ച് 29 കണ്ടകശനി തുടങ്ങി. സാമ്പത്തിക ക്ലേശങ്ങളും കുടുംബത്തിൽ സുഖക്കുറവും മാതൃക്ലേശവും ധനനാശവും ശത്രുവൃദ്ധിയും ആണ് 4-ൽ സഞ്ചരിക്കുന്ന ശനി നൽകുന്ന ഫലങ്ങൾ. എന്നാൽ വ്യാഴത്തിൻ്റെ 11-ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം ഇവയ്ക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്നു. 5-ലെ ശുക്രൻ പുത്രസുഖവും കുടുംബസുഖവും ധനലാഭവും തൊഴിലിൽ ഉയർച്ചയും നൽകുന്നു. 2025 മെയ് 14 7-ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ഒരു വർഷത്തേക്ക് സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. പുതിയ സ്ഥാനമാനങ്ങളും സർക്കാരിൽ അധികാരങ്ങളും ആനന്ദവും നാനാതരത്തിലുള്ള വരുമാനവും ആരോഗ്യവും എല്ലാ കാര്യങ്ങളിലും വിജയവും ആഗ്രഹ സാഫല്യവും സന്താനസുഖവും സ്ത്രീ സുഖവും നൽകുന്നു. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ശരീരപീഡയും അപമാനവും സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രബല ഗ്രഹങ്ങളായ വ്യാഴം, ശുക്രൻ, രാഹു, മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ എന്നിവർ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ പ്രതികൂല അവസ്ഥയെ തരണം ചെയ്യാൻ ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി പരിഹാരങ്ങൾ നടത്തണം. ശനിദോഷത്തിന് പരിഹാരമായി ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം നടത്തുക. കേതുവിനെ പ്രീതിപ്പെടുത്താൻ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തണം. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. ദോഷങ്ങൾക്ക് കുറവുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.